നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള നീക്കം അന്തിമഘട്ടത്തിലേക്ക്. ഇത് സംബന്ധിച്ച കരട് രേഖ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് സമിതി സമർപ്പിച്ചു. ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ളവർ സ്വയം സാക്ഷ്യപ്പെടുത്തൽ വെളിപ്പെടുത്തണം, ബഹുഭാരിത്വത്തിന്റെ നിരോധനം, തുല്യ അനന്തരാവകാശം എന്നിവയാണ് കരട് രേഖയിലെ പ്രധാന നിർദ്ദേശങ്ങൾ. മുൻ സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയാണ് കരട് സമർപ്പിച്ചത്. കരട് സമർപ്പിക്കുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതോടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആയിരിക്കും. വിവാഹത്തിന് നിർബന്ധമായും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. വിവാഹമോചനത്തിന് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഭർത്താവിന് ബാധകമായ അതേ വിവാഹമോചന കാരണങ്ങൾ ഭാര്യയ്ക്കും ബാധകമായിരിക്കും. ഒരു ഭാര്യ ജീവിച്ചിരിക്കുന്നിടത്തോളം രണ്ടാം വിവാഹം സാധ്യമല്ല, അതായത് ബഹുഭാര്യത്വം നിരോധിക്കും. അനന്തരാവകാശത്തിൽ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്കും തുല്യാവകാശം ഉണ്ടായിരിക്കും. ലിവ് ഇൻ ബന്ധത്തിന് പ്രഖ്യാപനം ആവശ്യമാണ്. ഇതൊരു സ്വയം പ്രഖ്യാപനം പോലെയായിരിക്കും. പട്ടികവർഗ വിഭാഗത്തെ ഏക സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും തുടങ്ങിയ കാര്യങ്ങൾ ഉത്തരാഖണ്ഡ് UCC കരട് രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.